ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നത് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോകൾ കണ്ടോ? പോൾമോൻ്റെ വീഡിയോ, വ്ലോഗ് കണ്ടിട്ട് പോൾമോൻ്റെ കാര്യം എനിക്കറിയാം, അവൻ്റെ മലയാളം. ഇവിടെ ഇപ്പം ഞാൻ മലയാളം പറയുന്നുള്ള കാര്യം പറഞ്ഞാൽ ഞാനീ മലയാളം പറയുന്നുള്ളൂ. റേച്ചാൻ എന്ന് പറഞ്ഞത് ഇവിടെ ജനിച്ച് വളർന്നേ. അപ്പം റേച്ചാൻ്റെ ഒരു 10 വയസ്സ് പ്രീസമ്മൻ്റെ ഒക്കെ ആ ഏജിലും മമ്മി മലയാളമൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഡാഡി ഇംഗ്ലീഷും, കൂടുതലും ഇംഗ്ലീഷാണ് അവരുമായിട്ട് അപ്പനും മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹിന്ദി. അപ്പോൾ ഈ റേച്ചാനും പിള്ളേർക്ക് കൂടുതലും ഇംഗ്ലീഷും ഹിന്ദിയുമാണ് പറയുന്നത്. റേച്ചാനും മലയാളം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് റേച്ചാനും ചോദ്യം എന്തെങ്കിലുമൊക്കെ ഇത്രയെങ്കിലുമൊക്കെ മലയാളം പറയുന്നത്. അല്ലാതെ റേച്ചാനും മലയാളം അറിയത്തില്ല. അതൊരു പൊങ്ങച്ചമായിട്ടല്ല പറയുന്നത്. എനിക്കറിയാം, നമ്മുടെ മാതൃഭാഷ നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ പിള്ളേർക്കും പറയും. പക്ഷേ പോളിനേക്കായി പ്രൈസം പറയും. പിന്നെ ഇടയ്ക്ക് ഇത്തിരി ലാംഗ്വേജ് പ്രോബ്ലം പോലൊക്കെ അവർക്ക് ഇത്തിരി അതുപോലെ ഞാൻ ഇങ്ങനെ അങ്ങ് സ്പീഡിൽ പറയുന്നത് അതുപോലെ പറയാൻ അവന് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല. ഇപ്പം ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് പറയുന്നുള്ളൂ. ഫുൾ ടൈം അവർ കൂടുതലും നമ്മുടെ വീട്ടിലിരിക്കുന്നില്ല ഇങ്ങനെ. കാരണം അവർ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ പോകുന്നു. കുറച്ച് സമയമേ നമ്മളുമായിട്ടൊക്കെ ഉള്ളല്ലേ. കുഞ്ഞിനെ ഞാനിങ്ങനെ പറയും. പിന്നെ നാട്ടിൽ പോയൊക്കെ കുറച്ച് പഠിച്ചായിരുന്നു അവൻ. നാട്ടിൽ പോകുമ്പോൾ ഇവർ നന്നായിട്ട് അമ്മച്ചെടുത്തൊക്കെ പറയും. പക്ഷേ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷ എപ്പോഴും അറിഞ്ഞിരിക്കണം. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒന്ന് മീൻ മാർക്കറ്റിൽ പോകുന്നുണ്ടേ. മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ചെയ്യുന്ന ജോലികൾ, അതിന് മുമ്പോട്ട് ചെയ്ത ജോലികളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയുടെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് മാഗി നൂഡിൽസ് ആയിരിക്കും. അപ്പം വെജിറ്റബിളൊക്കെ ഇല്ലാതെ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. ഞാനപ്പം ചില ദിവസങ്ങളിൽ ഞാൻ മാഗി കഴിക്കാറില്ല. ചപ്പാത്തിയോ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും കഴിക്കുന്നത്. ഇന്നിപ്പം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അന്നേരം ഇച്ചിരി വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി സവാള അരിഞ്ഞ് ഇച്ചിരി ബീൻസൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടുമ്പം നല്ല റേച്ചാനും അങ്ങനെ ഇടുന്നു. വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്താലാണ് ഇഷ്ടം. റേച്ചാനും അധികം കഴിക്കാറില്ല. ചായയൊക്കെ റെഡിയായി. ഞാൻ മാഗി ഒന്ന് പൊട്ടിച്ച് ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് റെഡിയായിട്ട് ചായ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ചൊന്ന് വാട്ടിയെടുക്കത്തേ ഉള്ളൂ. ഒത്തിരി അങ്ങ് വഴട്ടത്തില്ല, ഇച്ചിരി പച്ചപ്പൊന്ന് പറയും. ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെജിറ്റബിൾസ് ഇതൊന്ന് വേവാനായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് ചായ എടുക്കട്ടെ. അതെന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം റേച്ചാന് ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അപ്പം ഞാൻ പറയാം, എന്നാൽ നമുക്കൊന്ന് മീൻ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് മലാടിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ റേച്ചാൻ പറയാം, എന്നാൽ ഓക്കെ നമുക്ക് പോയിട്ട് വരാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി. നേരത്തേക്ക് ഒരു 10-10:30 ആകുമ്പോൾ അവർ കുറച്ച് പേരൊക്കെ അത് അടച്ചിട്ട് ആ സമയം അവർ ഇത് നിർത്തുന്ന സമയം. അപ്പം നമുക്ക് ഇത്തിരി തള്ളും ഇതൊന്നും ഇല്ലാതെ പോകാം. അങ്ങനെ അതനുസരിച്ചാണ് പോയത്. പക്ഷെ ആ സമയത്ത് ചെന്നപ്പോഴത്തേക്കിന് കുറേ ആൾക്കാരങ്ങ് അടച്ചിട്ട് പോയി, ഈ തണുപ്പായതുകൊണ്ട്. അപ്പം ഞാൻ ചർച്ചിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഇപ്പോൾ അവർ നേരത്തെ അടക്കി, ഈ തണുപ്പായതുകൊണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 10-10:30-11 മണിയൊക്കെ കഴിഞ്ഞാലേ അവർ ഒത്തിരി നമുക്ക് ഇത്തിരി മീൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്ന് പോയണേ ഒന്നും അങ്ങനെ അവിടെ ഇല്ല. ഈ ചെമ്പല്ലിക്കോര, ഞാൻ പറയുന്ന ചെമ്പല്ലിക്കോര വാങ്ങിച്ച് വറക്കാന്ന്. റേച്ചാൻ അത് അത് ഇച്ചിരി ഒരു സൈസ് മുള്ളുണ്ടല്ലേ, കട്ടിയില്ലാത്ത മുള്ള. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് മടിച്ച് നിന്നത്. അപ്പം ഇവിടെയുള്ളവരൊക്കെ ഈ ജീവനുള്ള ഞണ്ടുണ്ടല്ലോ, ഞണ്ടിനെ വാങ്ങിച്ചുകൊണ്ട് പോയി. ദൈവമേ, എനിക്കത് കാണുമ്പോഴേ പേടിയാണ്. എങ്ങനെ അത് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതുവരെ ഞണ്ട് തിന്നിട്ടില്ല. ഇപ്പോൾ ചില ഈ ചാനലുകളിൽ ചിലരിങ്ങനെ ഈ ഞണ്ടിനെ ഉണ്ടാക്കുന്നത്. നേരെ കുറേ ദിവസം കൊണ്ട് എന്നോട് പറയാം, മമ്മി കേക്കട വാങ്ങിക്കുക, കേക്കട. ഞാൻ പറയുടെ ഇറക്കാം, എനിക്കത് വെക്കാനും അറിയില്ല. അത് പക്ഷേ ഭയങ്കര കാൽസ്യമാണ്. അപ്പം ഇവിടെ വന്നുണ്ടെങ്കിൽ 2 കേരച്ചൂര ഇരിക്കുന്നത്, അതേ ഉള്ളൂ ലാസ്റ്റിലത്തെ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഞാൻ നോക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ചെകിളയൊക്കെ നല്ല, പക്ഷേ ഇത്തിരി ഒന്ന് അമങ്ങിയിട്ടുണ്ട്.
എന്നാലും കേരച്ചൂര ആയതുകൊണ്ട് ഇച്ചിരി ലാഭം. അവർ 400 രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഒരു ചെറുതും ഒരു വലുതും കൂടെ 200 രൂപയ്ക്ക് തന്നു. അപ്പം ഇങ്ങനെ നോക്കണം. ഇങ്ങനെ ഈ മുഷി എന്നൊക്കെ പറയുന്ന മീനൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും ഞാനിതുവരെയും, ഇതൊക്കെ ഒരു ഔഷധമായി ഈ മുഷി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് പ്രധാന കുഞ്ഞൻ മത്തി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് വെട്ടാൻ ഭയങ്കര പ്രയാസമാണ്, പക്ഷേ ഒന്ന് വാങ്ങിക്കാമെന്ന്. വേറൊന്നും ഇല്ല അവിടെ, വലിയ മത്തി ഇല്ല, കുഞ്ഞൻ മത്തി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 2 വാട്ട വാങ്ങിക്കാമെന്ന്. അപ്പോൾ 2 വാട്ട വാങ്ങിച്ചു. പിന്നെ അവരും നിർത്തിയിട്ടങ്ങ് ആ കേര മീനുണ്ടല്ലേ, വെള്ളച്ചൂര, അതും അങ്ങാരുടെ അത്രയുള്ള അയാളും പിന്നെ അങ്ങ് അടച്ചിട്ട് പോകാനുള്ള ഇത്, അതുകൊണ്ട് നമുക്കങ്ങ് തന്നതാണ്. ഇതും ഇപ്പോൾ ഇങ്ങാരും ഇതുകൂടെ കഴിഞ്ഞിട്ടങ്ങ് പോകാനുള്ള ഇതിലാണ്. ഞങ്ങളടുത്ത് ബാക്കിയും കൂടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ ആര് നിന്ന് വെട്ടിയെടുക്കും, അതുപോലുള്ള പൊടി മീനാണ്. പിന്നെ ഞങ്ങൾ അത് 2 വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഈ ഐസ്, ഈ മീൻകാരൊക്കെ മീൻ ഇവിടുന്ന് ഇങ്ങനെ ഈ ഹോൾസെയിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഈ ലോക്കൽ മാർക്കറ്റിലുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഐസ് എടുത്തുകൊണ്ട് പോയിട്ട് മീൻ കൊണ്ടുപോകുന്നേ. അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അവർ ഐസ് പൊടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിച്ചിരി എങ്ങാണം താഴെ വീണാൽ ലേഡിമാരൊക്കെ എടുത്തുകൊണ്ട് പോകും. അത് അവരിങ്ങനെ കട്ട പോലെ ആക്കിയിട്ട് പിന്നെ ആ മെഷീൻ്റെ അകത്തിട്ട് പൊടിച്ചെടുക്കും. ഇനി ഞാൻ നോർമൽ സൗണ്ട് വെക്കാമേ. അപ്പോൾ ഈ ഐസിൻ്റെ അവിടെ ഇച്ചിരി പൊടികളൊക്കെ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ലേഡിമാർ വന്ന് മീൻ കൊണ്ടുവന്ന മീൻകാരികളാണ് വന്ന് അത് എടുത്തുകൊണ്ട് അങ്ങ് പോകും, പൊടി അവിടെ കിടക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർ വാങ്ങിക്കുന്ന പൈസ കൊടുത്താൽ അതുകൊണ്ട് അവർ എടുക്കുന്ന നോക്കിക്കോണേ. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ഇത് ഞങ്ങളുടെ ഇവിടെ ലോക്കണ്ടുപാലായിൽ നിന്ന് തന്നെ. ഇന്നാൾ ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ച ഓറഞ്ച് 60 രൂപയുള്ളായിരുന്നു, ഇത് 80 രൂപ. ഇവിടെ നമ്മുടെ ഈ ലോക്കണ്ടുപാല നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തിരി എല്ലാത്തിനും വില കൂടുതലാണ്. ഇത് കണ്ടോ, പേരയ്ക്ക ഇലയോടുകൂടി. അപ്പം ഞാൻ പേരയ്ക്കയും വാങ്ങിച്ചു, ഓറഞ്ചും വാങ്ങിച്ചു. പേരയ്ക്ക 100 രൂപ. എന്നാൽ പേരയ്ക്ക എത്രയായിരുന്നു, 80 ഒക്കെ അങ്ങോട്ടായിരുന്നു. അപ്പം ഞാൻ ഓറഞ്ച് നല്ല മധുരമായിരുന്നു, ഞാൻ ഒരെണ്ണം പൊളിച്ച് നോക്കി. പേരയ്ക്ക പക്ഷേ പുറമേ നല്ല മഞ്ഞ പോലെ ഉണ്ടായിരുന്നു, എങ്കിലും പേരയ്ക്ക മുറിച്ച ഉടനെ അതിൻ്റെ തൊലിക്ക് ഇത്തിരി കട്ടി കൂടുതലാണ്. കണ്ടാൽ നല്ല പഴുത്തിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇരുന്ന് ഒന്ന് പഴുക്കണം. ആദ്യത്തെ ഒരെണ്ണം എടുത്തോണ്ട് നല്ല മധുരമായിരുന്നു, പിന്നത്തെ എടുത്തോണ്ടേ ഇതുപോലുള്ള ഇതാണ്. അപ്പം ഞാൻ ഇത് ഇച്ചിരി വിനാഗിരിയൊക്കെ ഇട്ടിട്ട് അത് വെള്ളത്തിൽ കിടക്കട്ടെ. ഈ പേരയ്ക്ക മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഉപ്പ് ഇങ്ങനെ തടവി, ഉപ്പോ ചാറ്റ് മസാലയോ തേച്ച് തിന്നാനാണ് ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഞാൻ എടുത്ത മധുരം ഉണ്ടോ നോക്കുക. ഓഹോ, ഓറഞ്ച് നോക്കണം. കോളിനും പ്രൈസിനും കൊടുക്കാം. ഒരെണ്ണം കൂടെ എടുത്ത് പൊളിക്കാം. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, അതാ ഇത്ര ഈ പറ സൗണ്ട്. റീച്ചാൻ വന്ന് തമാശ പറഞ്ഞതാ. റീച്ചാൻ ഇപ്പം ഇങ്ങനെ പൊളിക്കുന്ന സമയത്തെങ്ങാണേ തിന്നത്തുള്ളൂ. ഞാൻ കൊടുത്തന്നില്ലേ, ആർക്കാണ് കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? പപ്പ എടുത്തോ? എന്നാ പ്രൈസൻ പപ്പയുടെ 2 വാങ്ങിച്ചു. വേണ്ട, പപ്പ തിന്നത്തില്ല, ഇപ്പം തിന്നോട്ടെ. റീച്ചാൻ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് തിന്നുന്നതേ ഉള്ളൂ. അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായ കൂടി ഉണ്ടെന്ന്,
അപ്പോൾ ഈ ഓറഞ്ചൊന്നും തിന്നത്തില്ല. അപ്പം ഇപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ അതാ പറഞ്ഞത്, അങ്ങ് തിന്നുന്നെങ്കിൽ തിന്നോട്ടെ. വന്ന് തുണി കഴുകാനിട്ടു, പാത്രം കഴുകാൻ കിടക്കുന്നു. വെള്ളം നിറച്ചില്ലല്ലേ, വെള്ളം കൂടെ നിറയ്ക്കാം. ഇപ്പം ഞാൻ മത്തി കൈ കൊണ്ട് എടുക്കുന്നേ ഇല്ല. കാരണം അത് വെട്ടാൻ നിന്നാൽ എൻ്റെ ഒന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പോക്കല്ലായിരുന്നു. അതുകൊണ്ട് ഇനി മത്തിയുണ്ട്, നല്ല കുഞ്ഞനാന്നേലും നല്ല ഫ്രഷ് മത്തിയാണ്. അത് ഒരു ദിവസം ഇനിയും ഇരുന്ന് വെട്ടി. ഞാൻ പറയാം, റീച്ചാൻ ചോദിച്ച് വൈകിട്ട് ഒന്നിനെ ചോദിച്ച് മത്തി എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ റീച്ചാ ഞാൻ മത്തി എടുത്തില്ല, ഇനി എല്ലാം തലേന്ന് എല്ലാം പിറ്റേ ദിവസത്തേക്കിന് ഒരുക്കി വെച്ചിട്ട് ഈ മത്തിയുടെ പുറകെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ വേറെ ജോലികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേറെ ദിവസം മത്തി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കേരക്കകത്ത് ചെറുത് എടുത്തു. വലുത് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഈ മീനുകൾ ഇങ്ങനെ മണ്ടേ ഇങ്ങനെ അടുങ്ങിയിരിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് പതുങ്ങുമല്ലേ, അതുപോലൊന്ന് പതുങ്ങിയിട്ടുണ്ട്. അപ്പം ഇതും ഇച്ചിരി പതുങ്ങിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇരുന്നാൽ എടുത്താലാ വെട്ടിയാലാ നല്ലത്. പക്ഷേ ഞാനിങ്ങ് എടുത്തു. കാരണം ഇനി ഇരിക്കുന്ന നേരത്തെ ഇച്ചിരി ചെറിയ മത്തി, മീൻസ് ഇതിൽ വലിയ മത്തി ഇന്നാളെ കൊണ്ടുവന്നില്ലേ, ഇല്ല പൂച്ച കൊണ്ടുപോയി എൻ്റെ ആ സംഭവത്തിൽ, അതും ഇരിപ്പുണ്ട്. അതൊക്കെ സമയം എടുക്കും. അതുകൊണ്ട് ഇതാകുമ്പം പെട്ടെന്ന് അങ്ങ് കറി വയ്ക്കാമെന്നും പറഞ്ഞ് അതങ്ങ് വെട്ടിയെടുത്തതാണ്. ഫ്രഷ് ആയിരുന്നു മീൻ കിട്ടിയുണ്ട്. കറി വെച്ചിട്ട് നല്ല വെള്ളയായിരുന്നു, അങ്ങനെ ഒത്തിരി ഒന്നും കറുപ്പില്ലായിരുന്നു. പോളും പറഞ്ഞ് നല്ല ടേസ്റ്റ്. റീച്ചാൻ സാധാരണ മീൻ അങ്ങനെ കഴിക്കുന്നില്ല. വൈകിട്ടൊന്ന് ഞാൻ പറഞ്ഞു ഇത് വെള്ളയായിരുന്നു എന്ന് പറയുമ്പോൾ നല്ല ഇല്ല മോതമീനൊക്കെ എടുക്കുന്നത് പോലെ ഇങ്ങനെ അടർത്തി അമ്മക്ക് എടുക്കാമായിരുന്നു. ഞാൻ തരട്ടേന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. ഞാനന്നേരം 2 എണ്ണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒന്നും കൊടുപ്പം ഞാൻ തീറ്റിക്കുമെന്ന് പറഞ്ഞു. കാരണം അത് വെള്ളയായതുകൊണ്ട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നല്ലതായിരുന്നെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വെട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇത്തിരി ഒന്ന് സോഫ്റ്റായിട്ടിരിക്കുമായതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയായില്ല. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ തൊലി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് തൊലിയെടുക്കാൻ ഞാൻ ഈ രീതിയിലും ചെയ്യും. ഇത് നമുക്ക് എളുപ്പമാണ്. അല്ലാതെ മൊത്തത്തിൽ തൊലി ഇരിക്കാതെ ഇങ്ങനെ വലിയ മീൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ 2-3 പീസാക്കിയിട്ട് തല അങ്ങനെ മാറ്റിയിട്ട് 2-3 പീസാക്കിയിട്ട് ആ മുള്ളിൻ്റെ മുകൾ വശത്തു നിന്ന് ഇങ്ങനെ കത്തി കൊണ്ട് മുറിക്കണം. ഈ പീസിൻ്റെ അകത്ത് ഒട്ടും മുള്ളില്ല, മറ്റേ പീസിൽ മുള്ളുണ്ട്. ആ മുള്ളോട് കൂടി താണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ നടുക്കൂന്ന് കണ്ടിച്ചിട്ട് ഇങ്ങനെ ആ വിരലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു വാക്കിനങ്ങ് ചെത്തിയാൽ മതി. അന്നേരം ആ തൊലി അങ്ങ് നന്നായിട്ട് നമുക്ക് വിട്ട് കിട്ടും. മറ്റേ പീസെന്ന് പറയുന്നത് ഞാൻ മുള്ള് അടർത്തി മാറ്റത്തില്ല, ആ മുള്ളോട് കൂടി അങ്ങ് സ്കിന്നെടുത്ത് കളയും. ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിനേക്കായി മുറിക്കുന്നില്ല. എന്നിട്ട് കഴുകുമ്പോൾ ഇച്ചിരി വലിയ പീസോടുകൂടി കഴുകിയിട്ട് പീസാക്കി എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ മീനെല്ലാം വെട്ടി ഞാൻ അവിടെ വെച്ചു. അപ്പോഴത്തേക്കിന് ഞാൻ തുണികളെല്ലാം ഒന്ന് പാട്ടാക്കി. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് ഈ ഇടനാഴിയിലേതങ്ങ് റീച്ചാൻ ഇടാം, ഹോളിലത്തെയും ഇട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും ഒരു ആശ്വാസമായി. റീച്ചാൻ ഇച്ചിയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അതുകൊണ്ട് റീച്ചാൻ വീട്ടിലുണ്ടെങ്കിൽ ഈ ഇവിടുത്തെയൊക്കെ തുണികൾ അകത്തേത് മാത്രമേ ഞാൻ ഇടത്തുള്ളൂ, ഇവിടുത്തെയൊക്കെ അങ്ങ് ഇടും. അപ്പോൾ പ്രൈസൻ ഇടണമെന്നും പറഞ്ഞ് വന്നേക്കുക. അവരുടെയൊക്കെ താളത്തിനൊത്ത് റീച്ചാൻ നിന്നോളും. അവനിട്ടിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ പറയും, എടാ സമയമില്ലാത്ത സമയത്ത് പോടെ ഇറക്കാം, എൻ്റെ അടുത്ത് സമയമില്ലെന്ന് പറയും. റീച്ച പക്ഷേ ഇതെല്ലാം അവരുടെ താളത്തിനൊത്ത് തുള്ളി ചെയ്യിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം മീനൂടെ വെട്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് തുണി മാറിപ്പോയി കുളിക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ അടുത്ത തുണി ഇട്ടാൽ അതിലും ആകുമെന്നും പറഞ്ഞ് മീൻകറിയും കൂടെ അടപ്പത്ത് വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് വെച്ച്. പിന്നീട് ഇന്ന് തോരനായിട്ട് എന്തെങ്കിലും ഞാൻ ചിന്തിച്ച് ചെറുപയറെങ്ങാനും എടുത്തങ്ങ് തോരൻ വെക്കാമെന്ന്. ഇത് മീനൊക്കെ നമ്മൾ ഈ വലിയ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ ഈ സഞ്ചികളും കൊണ്ടൊക്കെ അല്ലേ പോകുന്നത്. പിന്നെ ആ സഞ്ചികളെല്ലാം കൊണ്ടുവന്ന് കഴുകി എല്ലാം സോപ്പിട്ട് കഴുകി ഉണക്കി വെളിയിലൊക്കെ ഇട്ട് അതൊക്കെ ഒരു നല്ലൊരു ജോലിയാണ് നമുക്ക് കുറേ നേരത്തേക്കിന്. അപ്പോൾ ഇതിൻ്റെ തലയും ഞാൻ എടുത്തിട്ടുണ്ട്. നഷ്ടമില്ലായിരുന്നു ആ മീൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവർ എല്ലാം നിർത്തിയിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് ആ 2 എണ്ണം ഉള്ളത് ഇങ്ങ് തന്ന്. സ്റ്റാർട്ടിങ്ങിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ല, നല്ല വെള്ള ചൂരയായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്ക് ഇന്നലെ ഉണ്ടാക്കിയ മസാലക്കൂട്ട ഉണ്ടല്ലേ, അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്തു വന്നേലും ഇച്ചിരി ലൂസായിട്ട് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് അവർക്ക് അത് കൊടുക്കാമായിരുന്നു.
അപ്പം പിന്നെ ഉച്ചയ്ക്ക് പിന്നെ സാവകാശം നമുക്കിതൊക്കെ ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞോണ്ടേ കുറച്ചുകൂടെ അങ്ങ് വറ്റിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ തോരൻ വെക്കുന്നത് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. ഇച്ചിരി കടുക് ഇടുന്നുണ്ട്, ഇച്ചിരി ജീരകവും. അപ്പം പെട്ടെന്ന് അസൗസ ഉണ്ടാക്കുന്ന കൂട്ടാനാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അത്രയും മാർക്കറ്റിൽ കുറേ ഞങ്ങൾ കറങ്ങി നടന്നു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു പരുവമായി. അത് കഴിഞ്ഞല്ലേ ബാക്കി കാര്യങ്ങൾ. നമ്മൾ വീഡിയോ നോക്കുമ്പോൾ ഒന്നുമില്ല, അല്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഇട്ടിട്ട് പോയാൽ പിന്നെ വന്നിട്ടാ പിന്നെ പാത്രങ്ങൾ കഴുകിയതും തുണി കഴുകാനിട്ടതും വെള്ളം കുടിക്കാൻ വെച്ചതും പാത്രങ്ങൾ വെള്ളം പിന്നെ ക്യാനിലൊഴിച്ച് വെച്ചു. അങ്ങനെ പല പിന്നെ ഇവന്മാരുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ജോലികളുണ്ടായിരുന്നു. ആ മീനെല്ലാം ഒന്ന് ഒതുക്കി അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചു. അതെല്ലാം കഴുകി വന്നപ്പോഴത്തേനും ഒരു പരുവായി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കിനും. പിന്നെ ഇന്ന് തേങ്ങ ഇച്ചിരി തിരുമ്മിയത് ഇച്ചിരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് തേങ്ങയുള്ളായിരുന്നു, അതിട്ടങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ പച്ചമുളകൊന്നും അങ്ങനെ അധികം ഇടാഞ്ഞതുകൊണ്ട് ഒന്നോ രണ്ടോ ഇട്ടായിരുന്നു. ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനങ്ങ് ചതച്ച് ചേർത്ത്, അന്നേരം ഒരുത്തി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ പയർ ഒരു വിസിൽ വന്നെങ്കിലും നന്നായി വെന്തിട്ടില്ല. അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ, എന്നിട്ടത് വേവട്ടെ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അകത്ത് പോയി നീരുന്ന്. എന്നിട്ട് ഇച്ചിരി മോര് നേരത്തെ ഇരിപ്പുണ്ട്, അത് എങ്ങനെയും ഇന്നങ്ങ് പോഷിപ്പിക്കാമെന്ന് വെച്ച്. പിന്നെ വൈകിട്ട് ഞാൻ ചിന്തിച്ചെന്നാൽ കുറച്ചുകൂടെ തൈര് ഇരിപ്പുണ്ട്, മോരുണ്ടാക്കാമെന്ന്. പിന്നെ അത്രയും മോരുകൊണ്ട് ഇന്നങ്ങ് നിന്ന്, കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.